കൂട്ടുകാരെ, ഞാനിന്ന് ഹിന്ദിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിപ്പിക്കാൻ പോവാണ്. കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. അപ്പം ഞാനിന്ന് നിങ്ങളെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഹിന്ദിയിലെ കുറച്ച് വാക്കുകൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. ബേചൈൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബേചൈൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതപ്പെടുക, അസ്വസ്ഥപ്പെട്ട് എന്നൊക്കെയാണ്. അപ്പം നമ്മളൊരു കൂട്ടുകാരൻ ഇപ്പോൾ ഒരു അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇത്ര അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്? अरे तू इतना बेचैन क्यों हो रहा है? तू इतना बेचैन क्यों हो रहा है? നീ എന്തിനാണ് ഇത്ര അസ്വസ്ഥനായിപ്പെട്ടിരിക്കുന്നത്? തൂ ഇത്ര ബേച്ചൈൻ ക്യൂ എന്ന് ചോദിക്കാം. ഇപ്പോൾ ഇനി നമ്മൾ ഇച്ചിരി പ്രായത്തിന് മൂത്തൊരാളാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പ് ചേർത്ത് ചോദിക്കാം. അല്ലൊരു പെൺകുട്ടികളാണെങ്കിൽ ആപ്പ് ചേർത്ത് ചോദിക്കാം. ആപ്പ് ഇത്തിനെ ബേച്ചൈൻ ക്യൂ എന്ന് ചോദിക്കാം. ആപ്പ് ഇത്തിനെ ബേച്ചൈൻ ക്യൂ ഇപ്പോൾ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ മൂത്തൊരാളോടോ ചോദിക്കണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അരെ ഭയ്യ ആപ്പ് ഇത്തനെ ക്യൂ ബേച്ചൈൻ ഹോ രഹാ ഹൈ എന്ന് ചോദിക്കാം. നിങ്ങൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥനായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കാം. അതുപോലെ വേറൊരു രീതി കൂടെ ചോദിക്കാം, ആപ്പ് ഇത്തനെ പരേഷാൻ ക്യൂ ഹോ? അരെ തൂ ഇത്തനെ പരേഷാൻ ക്യൂ ഹോ? ആപ്പ് ഇത്തനെ പരേഷാൻ ക്യൂ ഹോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്, എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നതെന്നാണ്. അപ്പം ഇത്തനെ പരേഷാൻ ക്യൂ എന്ന് ചോദിക്കാം. ദുഃഖം എന്ന് പറഞ്ഞാലും ഹിന്ദിയിൽ പറയാം. അതല്ല, പരേഷാൻ ക്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിയിരിക്കുന്നത്, ആപ്പ് ഇത്തനെ പരേഷാൻ ക്യൂ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആപ്പ് ഇത്തനെ തക്ലീഫ് ക്യൂ ഉടാ രഹാ ഹൈ എന്ന് ചോദിക്കാം. ഇപ്പം നമ്മൾ കൂട്ടുകാരനോട് പറയുകയാണെന്ന്, നീ ഇത്രയും ബുദ്ധിമുട്ടെടുത്ത് എന്തിനാണ് അവന് പൈസ കൊടുക്കുന്നത്? നീ എന്തിനാണ് ഇപ്പം നിൻ്റെ പൈസ ഇല്ലല്ലോ, നീ എന്തിനാണ് ബുദ്ധിമുട്ടെടുത്ത് നിൻ്റെ കൂട്ടുകാരന് പൈസ കൊടുക്കുന്നതെന്ന് ചോദിക്കാം. അപ്പം എങ്ങനെയാണെന്നറിയാമോ? आप इतने तकलीफ उठाकर उसे पैसा क्यों दे रहा है? आप इतने परेशान में हो फिर भी ഇത്ര തക്ലീഫ് ഉടാക്കർ പൈസ ക്യൂ ദേ രഹാ എന്ന് ചോദിക്കാം. നീ ഇത്രയും ബുദ്ധിമുട്ടിയിരുന്നിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ആപ്പ് ഇത്തനെ തക്ലീഫ് ഉടാക്കർ ക്യൂ പൈസ ഉസേ ദേ രഹാ ഹൈ എന്ന് ചോദിച്ചാൽ നീ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി പൈസ കൊടുക്കുന്നത്? തക്ലീഫ് ഉടാക്കർ ക്യൂ പൈസ ദേ രഹാ എന്ന് ചോദിക്കാം. അതുപോലെ നമുക്ക് ഇപ്പം ഒരാളെ കാണിച്ചിട്ട് പറയണം, ആൾ ഭയങ്കര പൈസക്കാരനാണ്, അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തൊക്കെ ഉള്ള പൈസയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അയാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു സഹായം ലഭിക്കും. അപ്പം അവിടെ ചെല്ലാൻ വേണ്ടി പറയണമെങ്കിൽ ഇപ്പം നിങ്ങൾ കൂട്ടുകാരനടുത്ത് പറയുകയാണ്, അരേ तू उसके पास जाएगा तो ज़रूर वो तेरा मदद करेगा क्योंकि वो एक बड़ा अमीर है, एक अमीर आदमी है वो. तो उसके पास जाएगा तो ज़रूर वो तेरा मदद करेगा. നീ അവൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കും. ക്യൂക്കി വോ ബഹുത്ത് അമീർ ഹേ. എന്താണെന്ന് വെച്ചാൽ അയാൾ ഭയങ്കര പണക്കാരനാണ്. അമീർ ഹേ ക്യൂക്കി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ അയാൾ ഭയങ്കര പണക്കാരനാണ്. ഓ അമീർ ഹേ. അപ്പം അങ്ങനെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കൂട്ടുകാരൻ്റെ അടുത്ത് പറയണം, അരേ അർജുൻ തൂ റോനാ മത്ത്. അർജുൻ നീ കരയണ്ട. അല്ലെങ്കിൽ രാഹുൽ തൂ റോനാ മത്ത്, നീ കരയണ്ട. हम इसका हाल ढूंढेंगे രാഹുൽ തൂ ഇത്തിന റോനാ മത്ത്. ഹാലെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം, നീ വിഷമിക്കണ്ട, നീ കരയണ്ട എന്നാണ്. हम देख लेंगे आप इतना परेशान मत होना, इतना रोना मत तुम എന്ന് പറഞ്ഞാൽ നീ ഇത്ര കരയണ്ട. റോന എന്ന് പറഞ്ഞാൽ കരയണ്ട. തൂ ഇത്ര റോന മത്ത് ഹം സറൂർ ഇസ്ക ഹാൽ ढूंढेंगे. ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നാണ്. അപ്പം അങ്ങനെയാണ്. റോന എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ്. റോന. ആപ്പിത്തിന റോന മത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കരയണ്ട എന്നാണ്. റോന. തൂത്തിന ദുഃഖ് ക്യൂ ഹോ എന്ന് ആരും ചോദിക്കാറില്ല. തൂത്തിന പരേഷാൻ ക്യൂ എന്ന് ചോദിക്കും. തൂമിത്തിന ദുഃഖ് ക്യൂ ഹോ എന്ന് ആരും ചോദിക്കത്തില്ല. നീ എന്താണ് ഇത്ര ദുഃഖം, അങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുമ്പം അത് എങ്ങനെ കറക്റ്റായിട്ട് എല്ലാവരും കൂടുതലായിട്ട് സംസാരിക്കുന്ന എന്താണ്, അതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഒരാൾ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാഹർ സെ താല ലഗാ ഹെ എന്ന് പറയണം. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്.
അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ വീട് പഴയ ടൈപ്പ് വീടാണ്, താഴെയിട്ടാണ് താക്കോലിട്ടാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പറയണം, अरे राहुल उसका घर बाहर से ताले से लॉक किया है, ताले से बंद किया है, उसका घर का घर ताले से बंद किया है. താലേന്ന് പറഞ്ഞാൽ ലോക്ക്, പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്, അവൻ്റെ വീട് പൂട്ടിയിരിക്കുകയാണ്. इसीलिए मुझे लगता है कि वो घर पे नहीं है, इसीलिए मुझे लगता है कि वो घर पे नहीं है എന്ന് വെച്ചാൽ പുറത്തുനിന്ന് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇസിലിയെ മുച്ചേ ലക്ത, എനിക്ക് തോന്നുന്നത് അവനകത്തില്ലെന്നാണ്. ഓ ഗർപ്പെ നഹി ഹെ, അവൻ വീട്ടിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് പറയാം. ഇനിയിപ്പം നമ്മൾ കൂട്ടുകാരനുമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് വണ്ടിയെ പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്താണെങ്കിലും ആർക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മുടെ കാറ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വണ്ടി ഇപ്പോൾ കൂട്ടുകാരൻ്റെ വണ്ടിയാണെങ്കിലും അവനെ ഓടിച്ചിട്ടിരിക്കുക, നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവനോട് പറയണം, ഇത്രയും വേഗത്തിൽ ഓടിക്കണ്ട, ഇച്ചിരി പതുക്കെ പോയാൽ മതി, ഇച്ചിരി സ്പീഡ് കുറച്ച് പോകുമെന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയും? अरे तू इतना जल्दी कहाँ जा रहा है, इतने तेजी से मत गाड़ी चलाओ, इतने तेजी से गाड़ी मत चलाओ എന്ന് പറഞ്ഞാൽ ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കണ്ട. തേജീസെ ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടി, മത്ത് ചലാവോ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കണ്ട. അല്ലെങ്കിൽ തൂത്തിനെ തേജീസെ മത് ജാവോ, മുझे बहुत डर लग रहा है, നീ ഇത്ര സ്പീഡിൽ ഓടിക്കണ്ട, എനിക്ക് പേടി തോന്നുന്നുണ്ട്. മുझे बहुत डर लग रहा എന്ന് പറയാം, എനിക്ക് വളരെ പേടി തോന്നുന്നുണ്ടെന്ന് പറയാം. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ അപ്പോഴൊക്കെ പറയാം. പിന്നെ ഇപ്പം നമ്മൾ ഒരു ഇരുട്ടത്തൂടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പറയണം, കൂടെ നടക്കുന്നതാണെന്ന് വരുന്ന ഒരാളുടെ അടുത്ത് പറയണം, ഒന്ന് ഫോൺ തെളിക്കുക, അല്ലെങ്കിൽ ഒരു ഫോണോ അല്ല ടോർച്ചോ എന്തെങ്കിലും തെളിക്കുക, നമുക്ക് ശരിക്കും വഴി കാണണ്ടേ, ഒന്ന് മൊത്തം ഇരുട്ടാണ്, അപ്പോൾ വഴി കാണണമല്ലോ, അതുകൊണ്ടൊന്ന് ഫോണൊന്ന് തെളിക്കുക എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയും? अरे भाई तुम्हारा वो टॉर्च का लाइट ऑन करो, हमें रास्ता देखना है, ले मुझे रास्ता देखना है, तुम्हारा टॉर्च ऑन करो, फ़ोन में तुम्हारा टॉर्च ऑन करो, मुझे आगे के रास्ता देखना है, എനിക്ക് മുമ്പോട്ടുള്ള വഴി കാണണം, നീ ആ ടോർച്ച് ഓൺ ചെയ്, तुम वो टॉर्च ऑन करो, मुझे आगे का रास्ता देखना है, बहुत अंधेरा है എന്ന് പറഞ്ഞാൽ വളരെ ഇരുട്ടാണ്, എനിക്ക് മുമ്പിലോട്ടുള്ള വഴി കാണണം, അതുകൊണ്ട് നീ ടോർച്ച് തെളിക്ക്. അരെ തൂ ടോർച്ച് ഓൺ കറോ, മുझे ആകെ കാ രാസ്ത ദേഖ്നാ ഹൈ, ബഹുത് അന്ധേരാ ഹൈ എന്നാണ് നമ്മളങ്ങനെ പറയേണ്ടത്. അതുപോലെ നമുക്കിപ്പോൾ ഒരാളൊരു ചായ തരുവാണ്, അപ്പം നമ്മൾ ചായ കുടിക്കത്തില്ല, അപ്പം നമ്മളെങ്ങനെ പറയും? അരെ जी मुझे चाय नहीं चाहिए, ഒരു പെൺകുട്ടിയാണ് അരെ ജി അരെ ആപ്പ് മുझे चाय मत देना, मैं चाय नहीं पीता എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കൊരു ചായക്കടയിൽ ഒരാളാണ് ചായ തരുന്നെങ്കിൽ അരെ ഭായ് സാബ് മുझे चाय नहीं चाहिए, मैं चाय नहीं पीता, പീത്ത എന്ന് പറഞ്ഞാൽ നഹി പീത്ത എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കത്തില്ല, അങ്ങനെ പറയാം, ഞാൻ ചായ കുടിക്കത്തില്ല. അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു പേന എന്നിട്ട് പറയാണ് ഒരു കടലാസിൽ എന്തെങ്കിലും എഴുതാൻ, അപ്പം നമുക്ക് പറയണം, ഞാൻ എഴുതത്തില്ല, എനിക്ക് എഴുതാൻ കഴിയത്തില്ല, നീ എഴുതിക്കോ, ഞാൻ എഴുതത്തില്ല. മേ നഹി ലിഖൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതത്തില്ല. തും ലിഖോ എന്ന് പറയാം, തും ലിഖോ, മേ നഹി ലിഖൂങ്ക, ആപ്പ് ലിഖോ അല്ലെങ്കിൽ തും ലിഖോ എന്ന് പറയാം. തും ലിഖോ, നീ ആണെങ്കിൽ തൂ എന്ന് പറയാം, ആപ്പാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ആപ്പെന്ന് പറയാം. നിങ്ങൾ എഴുതിക്കോ, ആപ്പ് ലിഖോ, മേ നഹി ലിഖൂങ്ക, ആപ്പ് ലിഖോ. മനസ്സിലായോ പറയുന്നത്? ആപ്പ് ലിഖോ, മേ നഹി ലിഖൂങ്ക ഭായ് സാബ്, ആപ്പ് ലിഖോ എന്ന് പറയാം. അതുപോലെ ഒരാൾ നമ്മുടെ അടുത്ത് ആപ്കോ പാനി ചായേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാനി വേണം, വെള്ളം വേണമെങ്കിൽ ദേദോ ഭായ് സാബ്, ദേദോ മുझे പാനി ദേദോ, അരെ ഭായ് സാബ് മുझे പാനി ദേദോ എന്ന് പറയാം. നമുക്ക് പാനി, വെള്ളം തരൂ ഭായ് സാബ്, സഹോദരൻ നിങ്ങൾ എനിക്ക് വെള്ളം താ എന്നാണ്. അപ്പം ദേദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ബുക്ക് തരണമെങ്കിൽ, ഇപ്പം നമുക്കൊരു സാധനം തരാൻ വേണ്ടി പോവാണ്, അപ്പം നമുക്കത് വേണമെങ്കിൽ ദേദോ എന്ന് പറയാം. മുझे वो दे दो, मुझे वो चीज़ दे दो, ചീസ് എന്ന് പറഞ്ഞാൽ സാധനം, वो चीज़ मुझे दे दो, അതെനിക്ക് തരാനാണ്. ദേദോ എന്ന് ആണ് പറയേണ്ടത് നമ്മൾ, അല്ലെ ദേ ദീജിയെ എന്നും പറയാം.
ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ദേദോ. മുझे वो दे दो. ഇത്ര ഭാരി സാമാൻ ഉടാക്കർ ആപ്പ് കഹാ ചൽ രഹാ ഹൈ ഭായി. നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുക, നീ എന്തിനാണ് ഇത്രയും വെയിറ്റുള്ള സാധനം പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോവുകയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കണം? ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ. നിങ്ങൾ ഇത്രയും ഭാരമുള്ള സാധനം എടുത്തുകൊണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ. അങ്ങനെ ചോദിക്കാം. ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ ഭയ്യ. ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ ഭയ്യ. അല്ലെങ്കിൽ ഇപ്പം ഒരു പെങ്ങളാണ്, നിങ്ങളുടെ അനിയത്തിയാണോ അല്ല ചേച്ചിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ ബഹൻജി എന്ന് പറയാം. ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ ബഹൻ എന്ന് പറയാം. ബഹൻ എന്ന് വെച്ചാൽ അനിയത്തി, ബഹൻ കഹാ ജാ രഹാ ഹൈ. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പറയാം, ആപ്പ് ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ ബായി. ബായി എന്ന് പറയാം. ബായി സാബ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ പറയാം. പിന്നെ തൂ എന്നാണെങ്കിൽ തൂ ഇത്തനെ ഭാരി സാമാൻ ഉടാക്കർ കഹാ ജാ രഹാ ഹൈ. നീ ഇത്രയും വെയിറ്റുള്ള സാധനം കൊണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പം ഒരു ഫാൻ ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനോടോ ആരോടെങ്കിലും പറയാണ്, ഓ ഫാൻ ചലാവോ എന്ന് പറയാണ്. ഫാൻ ഇട്ട്, അപ്പോൾ അയാൾ ഫാൻ ഇട്ട്, പക്ഷേ സ്പീഡ് വരുന്നില്ല, കാറ്റ് കിട്ടുന്നില്ല. മുझे हवा तेजी से नहीं, ये ഫാൻ तेजी से नहीं चल रहा है. तेजी से नहीं चल रहा है എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഇത് വേഗത്തിൽ കറങ്ങുന്നില്ല. ये तेजी से नहीं चल रहा है, इसीलिए इसका स्पीड थोड़ा सा बढ़ा दो. थोड़ा सा बढ़ा दो എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? ഈ ഫാന് വളരെ വേഗത്തിൽ കറങ്ങുന്നില്ല. അതുകൊണ്ട് ആ ഫാനിൻ്റെ സ്പീഡ് ഇച്ചിരി ഒന്ന് കൂട്ടുമോ എന്നാണ്. ए फैन तेजी से नहीं चल रहा है, इसीलिए ए फैन का स्पीड थोड़ा सा बढ़ा दो. സ്പീഡ് थोड़ा सा बढ़ा दो എന്ന് പറയാം. ഇച്ചിരി സ്പീഡ് കൂട്ട്. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പട്ടി കിടന്നിട്ട് ഭയങ്കരമായിട്ട് കുരക്കുവാണ്, അല്ലെങ്കിൽ ഒരു പൂച്ച കരയുവാണ്. അപ്പോൾ അത് നിങ്ങളെങ്ങനെ പറയണം? ഓ ബില്ലി ബഹുത്ത് റോ രഹാ ഹൈ. ओ बिल्ली बहुत रो रहा है, उसे चुप करवा दो. ഓ ബില്ലി ബഹുത്ത് റോ രഹാ ഹൈ, ഉസെ ചുപ്പ് കർവാ ദോ എന്ന് പറഞ്ഞാൽ ആ പൂച്ച വല്ലാതെ കാറുന്നുണ്ട്, അതിനെ മിണ്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യ് എന്നാണ്. പൂച്ചയുടെ കാര്യം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും. പക്ഷേ എൻ്റെ വീട്ടിലെ പൂച്ച ഇപ്പം കാറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ എന്താ ചോദിച്ചാലെന്ന് എനിക്കൊരു ഇത് തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ബില്ലി ഇത്തനെ റോ രഹാ ഹൈ, ക്യൂ ഇത്രയും റോരായ എന്ന് ചോദിച്ചാൽ എന്താണ് ഇത്ര കരയുന്നത്? ഉസെ ചുപ്പ് കർവാദോ, അതിനെ മിണ്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യ്. ചുപ്പ് കർവാദോ, അതിനെ ഒന്നും മിണ്ടാതിരുത്ത് എന്നൊക്കെയാണ്. മനസ്സിലായോ? ഇപ്പം പട്ടിയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഓ കുത്ത ബഹുത്ത് ഭോക്ക് രഹാ ഹൈ. ഓ കുത്ത ബഹുത്ത് ഭോക്ക് രഹാ ഹൈ, ഉസെ ചുപ്പ് കർവാദോ. ഉസെ ചുപ്പ് കർവാവോ എന്ന് പറയാം. ഉസെ ചുപ്പ് കർവാദോ. ഓ കുത്ത ബഹുത്ത് ഭോക്ക് രഹാ ഹൈ. ആ പട്ടി വളരെ കുരക്കുന്നുണ്ട്, അതിനെ ശാന്തനാക്ക്. ഹമേ ജൽദി ജാനാ ഹേ, എനിക്ക് പെട്ടെന്ന് പോകണം. ഹമേ ജൽദി ജാനാ ഹേ, ഇധർ റുക്നെ കാ സമയ മേരെ പാസ് നഹീ ഹേ. എനിക്ക് വളരെ പെട്ടെന്ന് പോകണം. മുझे ജൽദി ജാനാ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകണം. മുझे बहुत ജൽദി ജാനാ ഹേ, മേരെ പാസ് വക്ത് നഹീ ഹേ. എൻ്റെ അടുത്ത് സമയമില്ല, എൻ്റെ അടുത്ത് പാഴാക്കിക്കളയാൻ സമയമില്ല, എനിക്ക് വേഗം പോകണം എന്നാണ്. മുझे ജൽദി ജാനാ ഹൈ, മുझे യഹാ പേ റുക്നെ കാ വക്ത് നഹീ ഹൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, സമയമില്ല, ഞാൻ തിടുക്കത്തിലാണ്, എനിക്ക് സമയമില്ല. ഇപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആള് ഭക്ഷണം നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്ന് എഴുന്നേക്കണം, എനിക്ക് ഇത്രയും ഭക്ഷണം മതി, ഞാൻ എഴുന്നേക്കുവാണെന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ്? എഴുന്നേറ്റ് ഞാൻ കഴിച്ച് കഴുകാൻ പോവുകയാണെന്ന് പറയണം. അതെങ്ങനെ പറയണമെന്നറിയാമോ? अरे भाई मेरे को बस इतना खाना चाहिए, मैं उड़ रहा हूँ, मुझे जाकर हाथ धोना है. എനിക്ക് പോയി കൈ കഴുകണം, ഞാൻ എഴുന്നേറ്റ് പോവുകയാണ്, എനിക്ക് പോയി കൈ കഴുകണം. मैं जा रहा हूँ भैया, मुझे बस इतना खाना चाहिए. बस इतना खाना चाहिए എന്ന് പറഞ്ഞാൽ मुझे बस इतना खाना चाहिए എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ആഹാരം മതി, ഞാൻ
എഴുന്നേറ്റ് കൈ കഴുകാൻ പോവാണ്. ഹാത്ത് ധോനെ ജാരാവോ, ഹാത്ത് ധോനെ ജാരാവോ എന്ന് പറഞ്ഞാൽ കൈ കഴുകാൻ പോവാണ്. മനസ്സിലായോ? ധോനെ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? ഹാത്ത് ധോനെ ജാരാവോ, ഞാൻ കൈ കഴുകാൻ പോവാണ്. അതുപോലെ നമുക്കിപ്പോൾ നമ്മളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയണം, ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, തും ഇത്തനെ ബൈക്ക് പേ ഇത്തനെ സ്റ്റണ്ട് ക്യൂ കർത്തേ എന്ന് ചോദിക്കുകയാണ്. ഗാഡി പേ ഇത്തനെ സ്റ്റണ്ട് ക്യൂ കർത്തേ, അല്ലെങ്കിൽ ബൈക്ക്, കാറാണെങ്കിൽ കാറ് ഗാഡി എന്ന് പറയാം, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്ക് എന്ന് പറയാം. തൂ ഇത്തനെ ഗാഡി പേ ഇത്തനെ സ്റ്റണ്ട് ഖതർനാക്ക് സ്റ്റണ്ട് ക്യൂ കർത്തേ, നീ എന്തിനാണ് ഇത്ര അപകടം പിടിച്ച സ്റ്റണ്ട് ബൈക്കിൽ ചെയ്യുന്നത്? ഇത്തനെ ഖതർനാക്ക്, ഖതർനാക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര അപകടം പിടിച്ച സ്റ്റണ്ട് എന്തിനാണ് ചെയ്യുന്നത്? അപ്പം നമുക്ക് അവനോട് പറയണം, എന്തു പറയണം? मैं बहुत सालों से ऐसा करता हूँ, मैं इतने बहुत सालों से करता आ रहा हूँ, मुझे इस पे कोई डर नहीं लगता എന്ന് പറഞ്ഞാൽ ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരികയാണ്, എനിക്കിതിലൊരു പേടിയില്ല. मुझे ऐसे करने का बहुत साल का तजुर्बा है, मुझे ऐसे करने का बहुत साल का तजुर्बा है എന്ന് പറഞ്ഞാൽ എന്താണ്? മുझे ऐसे करने का बहुत साल का तजुर्बा है, എനിക്കിത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. മുझे बहुत साल का तजुर्बा है, എക്സ്പീരിയൻസ് എന്നാണ് തജുർബ. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. मुझे बहुत साल का एक्सपीरियंस है, मुझे बहुत साल का तजुर्बा है, इसीलिए मैं ऐसा करता हूँ എന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഹിന്ദിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പതിവ് പോലെ ഞാൻ പറയുകയാണ്, ഹിന്ദി അറിയാൻ മേലാത്തവർ ഹിന്ദിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാകുന്നുണ്ട്, എന്തൊക്കെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ വ്യക്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. ഹിന്ദി ക്ലാസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടണും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ നിങ്ങളുടെ അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനെന്നൊരു സിമ്പിളായിട്ടൊരു ഒറ്റ ചോദ്യം മാത്രം സാധാരണ ചോദിക്കുമ്പോൾ ചോദിക്കാം, നിങ്ങൾ അതിനെ കമൻ്റ് ഇടുക. അത് മാത്രം ചെയ്താൽ മതി. തെറ്റിപ്പോയാൽ തെറ്റിപ്പോട്ടെ, ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ. ഞാൻ ചോദിക്കാൻ പോകുന്ന ഇതാണ്, മുझे गाना नहीं सुनना है, मुझे आज 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 गाना नहीं सुनना है, नहीं सुनना है. എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇത്ര എക്സ്പ്രഷനൊക്കെ കാണിച്ചിട്ടാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അറിയത്തില്ലെന്ന് പറയരുതും. ഗാനയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഖാനയല്ല കേട്ടാ. ഖാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഗാന എന്നാണ് പറഞ്ഞത്. അപ്പം ഗാന എന്താണ്, ഞാനിപ്പം കാണിച്ചത് എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കരുത്. എല്ലാവരും അവരവരുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇവരിപ്പോൾ ചീത്ത വിളിക്കാനാണെങ്കിലും ചീത്ത പറയാനാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കത്തൊന്നുമില്ല. ചീത്ത പറഞ്ഞ ആളല്ലേ എന്ന് വിചാരിച്ച് ഞാനൊന്ന് മനസ്സിൽ വെക്കത്തൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ.